കേരള സർവകലാശാല രജിസ്ട്രാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കും. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് KS അനിൽകുമാർ പിൻവലിക്കുക. VC-യുടെ സസ്പെൻഷൻ ഉത്തരവ് സിൻഡിക്കേറ്റ് പിൻവലിച്ച സാഹചര്യത്തിലാണ് നടപടി. വിജിൻ വായന്തോട് വിശദാംശങ്ങൾ നൽകും. വിജിൻ, ഇനിയിപ്പോൾ നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ ഉത്തരവ് തള്ളിയ പശ്ചാത്തലത്തിൽ ഇനി അങ്ങനെ ഒരു ഹർജിയുടെ ആവശ്യമില്ല എന്നാണോ രജിസ്ട്രാർ ചിന്തിക്കുന്നത്? ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് മറുത്തൊരു നിലപാടുണ്ടായാൽ എങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത് രജിസ്ട്രാറും സിൻഡിക്കേറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സർവകലാശാലയിൽ നിലവിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് സിൻഡിക്കേറ്റ് യോഗം അവസാനിക്കും മുമ്പ് താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഇറങ്ങിപ്പോയിരുന്നു. ഒപ്പം തന്നെ 2 BJP അംഗങ്ങളും ഇറങ്ങിപ്പോയിരുന്നു. അതിനുശേഷം മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തെ അധ്യക്ഷ പദവിയിൽ ഇരുത്തിയാണ് ഈ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി, VC-യുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് പിൻവലിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് വൈകിട്ട് 4:30 VC KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തി ചുമതല വീണ്ടും ഏറ്റെടുത്തത്. ഞായറാഴ്ചയായിട്ടും ആ ചുമതല ഏറ്റെടുത്തു. ഒപ്പം ഹൈക്കോടതിയിൽ നാളെ VC-യുടെ ഭാഗം ഉൾപ്പെടെ കേൾക്കാൻ നിലവിൽ സിസ തോമസ് ഒരു മുതിർന്ന അഭിഭാഷകനെ ചുമതലപ്പെടുത്താനുള്ള നീക്കം നടത്തിയിരുന്നു. അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ സർവകലാശാല അതിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ തീരുമാനമായി ഈ സിൻഡിക്കേറ്റ് നടപടി എന്താണോ തീരുമാനിച്ചത് ആ കാര്യം വിശദീകരിക്കും. എന്തായാലും അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കഴിഞ്ഞ തവണ കേസ് എടുത്തപ്പോൾ ഈ ജസ്റ്റിസ് നഗരേഷ് ഇക്കാര്യത്തിൽ ഭാരതാംബ ഏത് മതത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം വിശദീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ ഈ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ഹൈക്കോടതിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു വിധി ഉണ്ടായാൽ അതിനെ മറികടക്കാനാണ് നിലവിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം വീണ്ടും ചുമതലയേറ്റെടുത്ത രജിസ്ട്രാർ അദ്ദേഹം ആ ഹർജി നാളെ രാവിലെ തന്നെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ നിയമ പോരാട്ടവും വലിയ നിർണായകമായ നീക്കങ്ങളും ഒക്കെയാണ് നിലവിൽ നടക്കുന്നത്. ഇത് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിന് നേരെയുള്ള ഒരു നടപടി മാത്രമായി കാണാൻ കഴിയില്ല. ഗവർണറെ കൂടി ചോദ്യം ചെയ്തുള്ള നടപടിയാണ് നിലവിൽ രജിസ്ട്രാറുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമ പോരാട്ടമായി നിലവിൽ മാറുകയാണ്. സിൻഡിക്കേറ്റാണ് പരമാധികാരി എന്നുള്ളത് കൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് തീരുമാനം അതേപടി അനുസരിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇക്കാര്യത്തിൽ സർവകലാശാലയിലെത്തി റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം ചുമതലയേറ്റെടുക്കുന്നു. തുടർന്ന് സ്വാഭാവികമായും ഈ സസ്പെൻഷൻ റദ്ദാക്കിയ സാഹചര്യത്തിൽ തന്റെ ഹർജി നിലവിൽ അവിടെ ഹൈക്കോടതിയിൽ നിലനിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഹർജി പിൻവലിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടത്തുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.